അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചോ? വാട്ട് ഡു യു തിങ്ക് ഇൻഫ്ലുവൻസസ് അവർ പേഴ്സണാലിറ്റി ദ മോസ്റ്റ്? അതായത് നമ്മളുടെ പേഴ്സണാലിറ്റി, നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആണല്ലേ. അതായത് നമ്മളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് യുണീക്കാണ്. നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്യക്തിത്വം, അതായത് ഞാനിപ്പോൾ ഒരു തരത്തിലുള്ള ആളാണ്, നിങ്ങൾ എന്നെക്കാളും ഒരു ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ആളുകളാണ്. അങ്ങനെ ഓരോരുത്തരും വേറെ വേറെ തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ഈ ഒരു സ്വഭാവത്തിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകം എന്തായിരിക്കും? അത് ചിലപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡ്, നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസുകളാണോ, നമ്മളുടെ റിലേഷൻഷിപ്പുകളിൽ വരുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നമ്മളുടെ ഈ ഒരു പേഴ്സണാലിറ്റി ഇപ്പം ഇങ്ങനെ? നിങ്ങളുടെ ഒരു വ്യക്തിത്വം എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എക്സ്പീരിയൻസ്. ഓക്കെ. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിത്വം രൂപപ്പെട്ടത് ആഫ്റ്റർ 35 ഇയേഴ്സിന് ശേഷമാണ്. അതുവരെ ഒക്കെ എല്ലാരെയും അനുസരിച്ച് എല്ലാരെയും ഒബേ ചെയ്ത് അവരെ അറിയില്ല, ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഇപ്പൊന്നുണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ 35 കുറച്ച് റിയലൈസ് ചെയ്തു നമ്മുടെ എന്താ പറയാ എക്സ്പീരിയൻസ് നമ്മളങ്ങനെ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അപ്പോഴാണ് ഇതായത്. ഇപ്പൊ 40 ആയപ്പോഴത്തേക്കും പക്കയായി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര എല്ലാവരെയും കെയർ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെയും വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലാത്ത ആളായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഇപ്പം ഞാൻ പറയും എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ സർക്കംസ്റ്റൻസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താ? നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് എക്സ്പീരിയൻസും അത് കഴിഞ്ഞ ആഫ്റ്റർ മാരേജ് ആയാലും ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ്, സ്വന്തമായിട്ട് ജോലി അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പൊ വീട്ടുകാരെ ഇതിലിങ്ങനെ നിന്നതായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങടാണ് ഇപ്പൊ കുറച്ചുകൊണ്ട് മക്കളും ഒക്കെ ഒന്ന് വലുതായപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനോ അല്ലാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ തുടങ്ങിയത്. ഇതുവരെയൊക്കെ എല്ലാരും ഡിപ്പെൻഡ് ആയിട്ടുള്ള അത് തന്നെയാണ്, ചെറുപ്പം തൊട്ടേ തന്നെയായിരുന്നു. ഇപ്പം വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ബന്ധങ്ങളാണോ നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതല്ലാതെ? ഞാൻ ഇങ്ങനെ ആവാൻ കാരണം ഇതാണ്. നല്ല ഇൻഡിപെൻഡന്റോട് കൂടിയാണ്. അതായത് നമ്മളെ എന്താ പറയേണ്ടത്, അമിതമായിട്ട് കെയറിങ് നമ്മളെ വേണ്ടി ഉണ്ടായിട്ടില്ല. അതായത് കെയറിങ് ഇല്ലായിട്ടില്ല, ഭക്ഷണം തരുന്നുണ്ട്, നമുക്കെല്ലാം നമുക്ക് തരുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എല്ലാതെ നമ്മളെ എവിടെയും പോയിക്കൂടാ, വായനശാലയിൽ ഇരുന്നിട്ട് ആണുങ്ങളെ വായിക്കുന്നു, നിങ്ങൾ കൂട്ടി വായിച്ചൂടാ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ആണിനെ പോലെ ഇരുന്ന് എനിക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം തന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ പേഴ്സണാലിറ്റിനാണ് നല്ല രീതിയിൽ രൂപപ്പെടുത്തി. എന്റെ ജോലിയുടെ ഭാഗത്തും എനിക്ക് എവിടെയും കെയർ ചെയ്തിട്ട് സംസാരിക്കാനും, ഏത് കാര്യത്തിൽ ഇൻസ്പെക്ഷൻ നടത്താൻ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പൊ എവിടെയും പോകാനും ഒക്കെ ഒരു തന്റെ ഞാൻ വളർന്നു വന്ന ആ ഒരു ജീവിത സാഹചര്യം തന്നെയാണ് എന്നെ രൂപപ്പെടുത്തിയത്. രക്ഷിതാക്കളോട് ഒരുപാട് സന്തോഷമാണ്. അവരെ അങ്ങനെ എന്നെ ആ ഒരു കാലത്ത് പിന്നെ അങ്ങനെ തടസ്സങ്ങളില്ലാതെ എന്നെ വളർത്തിയതിന് എനിക്ക് ഒരുപാട് അവരോട് നന്ദിയുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങളെ സ്വാധീനിക്കുന്നത് ഇതാണ്, അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുള്ളത് ഇതാണ്? ഇല്ല. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 2-3 പേര് അഭിപ്രായം പറഞ്ഞതിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും നമ്മളുടെ കൂടെ ഉള്ള ആളുകളുമാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആവാമെന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു വെറുതെ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ആൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആണ്. അതായത് ഫ്രോയിഡ് സൈക്കോ അനാലിസിസിൻ്റെ ഒക്കെ ഫാദറാണ് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഈ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു 5 സ്റ്റേജ് പറയുന്നുണ്ട്. ഈ 5 സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഓരോ സ്റ്റെപ്സിലുമുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പോൾ അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ ബാധിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ചിലപ്പോൾ ഈ ഓരോ സ്റ്റേജ് പറയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടിയുടെയും പേഴ്സണാലിറ്റി അവർ ജനിച്ചത് മുതൽ അവർ വളർന്ന് മരിക്കാനാവുന്നത് വരെ ഉള്ള ആ ഓരോ സ്റ്റേജസിലൂടെ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി ആൻഡ് ജെനൈറ്റൽ സ്റ്റേജ്, ഇങ്ങനെ 5 സ്റ്റേജസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 സ്റ്റേജസിനെയാണ് നമ്മൾ സൈക്കോസെക്ഷൽ സ്റ്റേജസ് അല്ലെങ്കിൽ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓറൽ സ്റ്റേജ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുമ്പം ഓരോ ലെവൽ ഉണ്ടാവില്ലേ, ഫസ്റ്റ് ലെവൽ ജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെവലിലേക്ക് പോകും, രണ്ടാമത്തെ കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെവലിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഈ ഓരോ സ്റ്റേജും. ഇപ്പോൾ ഓറൽ സ്റ്റേജിൽ ഉള്ള കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓറൽ സ്റ്റേജിൽ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഇപ്പോൾ ഒരു ഗെയിം അത് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഓരോ സ്റ്റേജസും. നമ്മളിപ്പോൾ ഒരു ലെവലിൽ നിന്ന്, പക്ഷേ ഇത് ആ ഒരു ലെവൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ അടുത്ത ലെവലിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് പോകും. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ ആ ഒരു പഴയ സ്റ്റേജിൽ തന്നെ ആയിരിക്കും. അതായത് നമ്മളുടെ ശരീരം നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ, നമ്മൾ ഓരോ കാലഘട്ടത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുട്ടിയായി, പിന്നെ കുറച്ച് മുതിർന്നു, അങ്ങനെ ടീനേജ് എത്തി, പിന്നെ യങ്ങായി. ഈ ഒരു ഓരോ സ്റ്റേജിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ അവിടെ ഉള്ള ഒരു ടാസ്ക്, ഓരോ സ്റ്റേജിലും ഓരോ ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടാസ്കുകൾ നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുക. നമ്മൾ മനസ്സുകൊണ്ട് അവിടെ തന്നെ ആയി പോവുക. ശരീരം കൊണ്ട് നമ്മളിതൊക്കെ കടന്നു പോകുന്നുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് പഴയടത്ത് തന്നെ നിന്നു പോവുക. അതിനെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കുറച്ച് ക്ലിയർ ആവാകുണ്ടോ? ഇനി ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റേജ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ പ്ലഷർ സോൺ ഉണ്ട്. ഇപ്പോൾ ഫ്രോയിഡ് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഈ ഒരു സെക്ഷൽ ഏർജ് ഉണ്ട് എന്നാണ്. ചെറുപ്പം മുതലേ കുട്ടികളിൽ ഒരു സെക്ഷൽ ഏർജ് ഉണ്ട്. അതായത് ഈ ഒരു സെക്ഷൽ എനർജി, കുട്ടികളിൽ ഉണ്ടാവുന്ന സെക്ഷൽ എനർജി ഒരു അവയവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓറൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ മൗത്താണ് അവരുടെ പ്ലഷർ സോൺ. അവർക്ക് സന്തോഷം കിട്ടുന്നത് മൗത്തിലൂടെയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫുൾ അവരുടെ മൗത്തല്ലേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. പാല് കുടിക്കുക, ഒരു വയറ് നിറയ്ക്കുക, ഇതല്ലേ കുട്ടികൾ. വിശക്കുന്നുണ്ടെങ്കിൽ അവർ കരയും, അല്ലെങ്കിൽ പുതിയ ആളുകളെ കാണുമ്പോൾ, പുതിയ മീൻസ് നമ്മൾ മുന്നിൽ ആളുകളെ കാണുമ്പോൾ അവർ ചിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? മൗത്ത് കൊണ്ടല്ലേ. അപ്പോൾ ഈ മൗത്താണ് കുഞ്ഞു കുട്ടികളിലെ പ്ലഷർ സോൺ എന്ന് പറയുന്നത്. ഒരു 0 to 18 month വരെയുള്ള കുട്ടികളിൽ ഓറൽ സ്റ്റേജ് എന്നാണ് അതിന് പറയുക. 18 മാസം വരെ ഓറൽ സ്റ്റേജാണ്. ഈ ഓറൽ സ്റ്റേജിൽ കുട്ടികളുടെ പ്ലഷർ സോൺ എന്ന് പറയുന്നത്, സന്തോഷം കിട്ടുന്ന ആ ഒരു സോൺ എന്ന് പറയുന്നത് ആ ഒരു ഓർഗൻ മൗത്താണ്. ആൻഡ് കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വിരൽ സക്ക് ചെയ്യുക, അതുപോലെ ച്യൂ ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അവർക്കൊരു സന്തോഷം കിട്ടുക. മൗത്ത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അവിടെ ഉണ്ടാവുന്ന, അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ സ്റ്റേജിലും ഓരോ ടാസ്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓറൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ വീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വീനിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ മുലകുടി നിർത്തുക. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള, അല്ലെങ്കിൽ അവരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അവർക്ക് എപ്പോഴും ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കണം. ആ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചൊന്ന് സാറ്റിസ്ഫൈഡ് ആയി, ആ ഒരു രീതിയിലല്ലേ. അപ്പോൾ ആ ഒരു മുലകുടി നിർത്തുന്നത് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റാണ്. നമ്മൾ ചിലപ്പോൾ നേരത്തെ പാലുകൂടി നിർത്തും, അതല്ലെങ്കിൽ കുറച്ച് വൈകിട്ടാവും നിർത്താം. ശരിക്കും എന്താ അതിൻ്റെ ഒരു കണക്ക്? എത്ര വയസ്സ് വരെ ശരിക്കും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണം? നിങ്ങളൊക്കെ അമ്മമ്മമാരും ഒക്കെ ആയിരിക്കുമല്ലോ. എന്താ അതിൻ്റെ കണക്ക്? എത്ര വയസ്സ് വരെയാണ് ശരിക്കും ചെയ്യേണ്ടത്? 2
2 വയസ്സ് മാഡം വരെ. 3 ഇയേഴ്സ് ആണ് പറയുന്നത്. 3 ഇയേഴ്സ് 2 കുട്ടിക്ക് വയസ്സ്. കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില മതത്തിന്റെ ഭാഗമായിട്ട് 2 ഇയേഴ്സ് ആണ് ഇപ്പം മുസ്ലിം റിലിജിയൻ പറയുന്നത്. അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കൊടുക്കില്ല. ഓക്കെ. അങ്ങനെയുള്ള ഒരു ചില റിലിജിയൻ ഉണ്ടാവുന്നത് നേരത്തെ കുട്ടിയെ നല്ല സംരക്ഷിക്കാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? പറയുന്നതിൻ്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? മനസ്സിലാക്കില്ല. പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ആരെയൊക്കെയോ മൈക്ക് ഓൺ ചെയ്തിട്ടാണ്. ഓ, പറയൂ. ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ശരിക്കും 2 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. 2 വയസ്സ് വരെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ചില കുട്ടികൾക്ക് ഈ ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുഡും നമ്മൾ കുറച്ച് കൊടുത്തു തുടങ്ങും. പക്ഷേ ചില അമ്മമാരെന്ത് ചെയ്യും, ഈ പാലുകുടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തും. ഈ 2 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങും അല്ലേ. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. 2 വയസ്സ് വരെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാതിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അവർ അത്തരം കുട്ടികളിൽ, അങ്ങനെ ചെയ്യുന്ന കുട്ടികളിൽ ഇപ്പം മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫുൾ ടൈം കുട്ടിക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളുമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളുടെ പേഴ്സണാലിറ്റി അവർ വളർന്ന് വലുതാകുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയിരിക്കും എന്നാണ് പറയുക. ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ 2 വയസ്സിലും കൂടുതൽ 2 വയസ്സിലും കൂടുതൽ നമ്മൾ ഈ ഒരു മുലപ്പാൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ള ഫുഡൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, 6 മാസം തൊട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, 6 മാസം തൊട്ട് ബാക്കിയുള്ള ഫുഡുകളൊക്കെ കൊടുത്തു തുടങ്ങണം. മുലപ്പാലിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഫുഡും കൊടുത്തു തുടങ്ങണം. പക്ഷേ ഇവിടെ നമ്മൾ നേരെ മറിച്ച് എത്ര പ്രായമായിട്ടും 6 മാസം കഴിഞ്ഞു, 1 വയസ്സ് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കി ഫുഡുകളൊന്നും കുട്ടിക്ക് കൊടുക്കുന്നില്ല. ഈ ഒരു മിൽക്കിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആവും. 2 വയസ്സിൽ കുറവ് പാല് കൊടുക്കും, 2 വയസ്സിൽ കുറവ് നമ്മൾ ഈ ഒരു മുലപ്പാൽ കൊടുക്കുകയും ബാക്കിയുള്ള ഫുഡുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി അഗ്രസീവ് ആവാനും, നേരെ മറിച്ച് ഓവറായിട്ട് നമ്മൾ കുട്ടികളെ കുറച്ച് കൂടുതൽ പ്രായമായിട്ട് നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നത് നിർത്താതെ ബാക്കിയുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കുട്ടികളെ ഡിപ്പെൻഡൻ്റ് ആവാനും സാധ്യത കൂടുതലാണ്. ഡിപ്പെൻഡൻ്റ് ആവാന്ന് വെച്ചാൽ എല്ലാ കാര്യം ചെയ്യാനും വേറൊരാൾ വേണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ ആൾ വേണം. അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓവർ ഈറ്റിംഗ്, മൗത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവർക്ക് കൂടുതലായിരിക്കും. എപ്പോഴും ഇങ്ങനെ ബബിൾക്കം ചവച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വായിൽ വിരലിട്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ഓവർ ഈറ്റിംഗ് കാണിക്കുക, സ്മോക്ക് ചെയ്യുക, ഇത്തരം ഹാബിറ്റുകൾ ഇവരിൽ കാണാം മുതിർന്ന് കഴിയുമ്പോൾ. മനസ്സിലായോ? ഓറൽ സ്റ്റേജിൽ പ്ലഷർ സോൺ എന്ന് പറയുന്നത് മൗത്താണ്. അപ്പോൾ കുട്ടികൾക്ക് വീനിങ് പ്രോസസ്സ്, അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുലകൂടി നിർത്തുന്നത്. അപ്പോൾ നമ്മളൊരു 6 മാസം ആകുമ്പോൾ തന്നെ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മാസമൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബാക്കിയുള്ള ഫുഡും മുലകൂടി നിർത്തല്ല, രണ്ടും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ആ ഒരു 2 വയസ്സൊക്കെ കഴിയുന്ന സമയത്തേക്ക് മെല്ലെ മെല്ലെ ബാക്കിയുള്ള എല്ലാ ഫുഡുകളും കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഓവറായാലും പ്രശ്നമാണ്, വളരെ നേരത്തെ തന്നെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരു അഗ്രഷൻ ഭയങ്കര കൂടുതലായിരിക്കും, വാശി പിടിക്കുക, ആരെയും ഒരു ട്രസ്റ്റ് ഇല്ല, അത്തരം കാര്യങ്ങൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ അമ്മയും അച്ഛൻ്റെ അടുത്തൊന്നും ഒരു ക്ലോസ് ആയിരിക്കില്ല കുട്ടി, അവരുടെ അടുത്തൊരു ട്രസ്റ്റോ അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു കംഫർട്ട് സോണായിട്ടൊന്നും അവരെ കരുതൂല. ഓക്കെ, അപ്പോൾ ഇതാണ് ഓറൽ സ്റ്റേജിൽ പറയാനുള്ളത്. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 18 month വരെയുള്ള ആ ഒരു പീരീഡാണ് ഓറൽ സ്റ്റേജ്. ദെൻ ആനൽ സ്റ്റേജ്.
ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള 3 വയസ്സ് വരെയുള്ള സമയമാണ് ആനൽ സ്റ്റേജ്. അപ്പോൾ ആനൽ സ്റ്റേജിൽ ഇവരുടെ ഒരു പ്ലഷർ സോൺ എന്ന് പറയുന്നത് ആനസ്, അതായത് ബവൽ മൂവ്മെൻറ്റ്. അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻറ്റ്സിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ അപ്പോഴാണ് ഒരു പ്ലഷർ അവർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബവൽ ആൻഡ് ബ്ലാഡറിൻ്റെ മൂവ്മെൻറ്റ്സിലൊക്കെയാണ് ഈ ഒരു ആനൽ സ്റ്റേജിൽ അവർക്ക് പ്ലഷർ കിട്ടുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഒരു മേജർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. 1 വയസ്സ് തൊട്ട് തന്നെ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം, ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തണം. അത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരേ സമയത്ത് കുട്ടികളെ ടോയ്ലറ്റിൽ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ അത് ഭയങ്കര സ്ട്രിക്റ്റും ആവരുത്, ഭയങ്കര ഈസി ആയിട്ട് വിടുകയും ചെയ്യരുത്, ഭയങ്കര സ്ട്രിക്റ്റും ആവരുത്. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാവും, അവർ ബെഡിലൊക്കെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പാരൻസ് ഭയങ്കരമായിട്ട് ചീത്ത പറയുക അല്ലെങ്കിൽ അടിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുട്ടികൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഭയങ്കര നീറ്റായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള ചിന്തകളാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആ ടൈപ്പ് കുട്ടികൾക്കുള്ള പേഴ്സണാലിറ്റി ഉണ്ടാവുക. ഓക്കെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ മൂത്രം ഒഴിച്ചു പോകും, ചിലപ്പോൾ ഡ്രസ്സിൽ മൂത്രം ഒഴിക്കും അല്ലെങ്കിൽ ബെഡിൽ മൂത്രം ഒഴിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ക്ലീൻ ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആ ഒരു പ്രായത്തിൽ നമ്മൾ അത്രയും സ്ട്രിക്റ്റായിട്ട് റൂഡായിട്ട് കുട്ടികളുടെ അടുത്ത് പെരുമാറാണ്. അതുപോലെ തന്നെ എപ്പോഴും ഈ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ പാരൻസിന് തന്നെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് അറപ്പാണ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഫീൽ ചെയ്യുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് കുട്ടികളുടെ പേഴ്സണാലിറ്റിയും അതിനനുസരിച്ച് മാറും. അവർ വളർന്നു വലുതാവുന്ന സമയത്ത് ചിലപ്പോൾ ഓവറായിട്ടുള്ള ഒരു വൃത്തി അവരിൽ കാണാൻ പറ്റും. ഒരു നോർമൽ വൃത്തി ആയിരിക്കില്ല, OCD ഒക്കെ പോലെ ഭയങ്കര അമിതമായിട്ടുള്ളൊരു വൃത്തി കാണുക. സാധനങ്ങളൊക്കെ ഭയങ്കര അടുക്കും ചിട്ടയിലും ചെയ്യണം. അതുപോലെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഓവറായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തിയ കുട്ടികളിൽ കാണാൻ പറ്റുക. നേരെ മറിച്ച് ഭയങ്കര ഈസി ആയിട്ട് വിട്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടി എപ്പോൾ വേണമെങ്കിലും ടോയ്ലറ്റിൽ പോയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, ഡ്രസ്സിലായാലും പ്രശ്നമില്ല, അതൊന്നും തീരെ ശ്രദ്ധിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വലുതാവുമ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര മെസ്സി ആയിരിക്കും. നമ്മൾ ഈ സാധനങ്ങളൊന്നും അടുക്കി ഒതുക്കി ഒന്നും വെക്കൂല, അതുപോലെ എന്തെടുത്താലും എടുത്തടുത്തടുത്ത് വെക്കൂല എന്ന് പറയില്ല, ആ രീതിയിലായിരിക്കും. ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ കുട്ടികളുടെ പെരുമാറ്റങ്ങളൊക്കെ. ഒരു വൃത്തിയും വെടുപ്പുമായിട്ട് നടക്കണം എന്നൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ 2 പേഴ്സണാലിറ്റീനെ നമ്മൾ ആനൽ എക്സ്പൾസീവ് ആൻഡ് ആനൽ റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയും. ആനൽ എക്സ്പൾസീവ് എന്ന് വെച്ചാൽ ഭയങ്കര മെസ്സി ആയിട്ട് നടക്കുക, ഒരു കാര്യത്തിന് ഒരു വൃത്തിയും കാര്യങ്ങളും ഒന്നും കാണിക്കാതെ നടക്കുക. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാതിരിക്കുക. അത് ആ പ്രായത്തിൽ തന്നെ കൊടുക്കണം, ആ വയസ്സ് കഴിഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്തായിരിക്കണം നമ്മൾ ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് ആ ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ഒരു വൃത്തിയിലോ വെടുപ്പിലോ നമ്മൾ നടത്തിയിട്ടില്ല, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ യൂറിൻ പാസ് ചെയ്യാണ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടി ആനൽ എക്സ്പൾസീവ് പേഴ്സണാലിറ്റി ആയിരിക്കും. അടുക്കും ചിട്ടയും ഒന്നുമില്ലാത്ത രീതിയിലായിരിക്കും കുട്ടി പെരുമാറുന്നത്. പിന്നെ രണ്ടാമത്തെ പേഴ്സണാലിറ്റിയാണ് ആനൽ റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി. ആനൽ റിട്ടൻറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഓർഡർലി, എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും.
ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു റീസൺ കുട്ടികളെ ഇങ്ങനെ അടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്ത പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ കുട്ടികളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളാണ് ആനൽ റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി ആവുന്നത്. ഓക്കെ, അപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഓവർ സ്ട്രിക്റ്റും ആവരുത്, അതുപോലെ തന്നെ ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിലും ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു കുട്ടി ബെഡിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും നമ്മൾ അവരെ കളിയാക്കുക അല്ലെങ്കിൽ അടിക്കുക ഈ രീതിയിൽ പെരുമാറരുത്. നേരെ മറിച്ച് ആ ഒരു കുട്ടി ബെഡിൽ മൂത്രം ഒഴിച്ചു, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണേ. നെക്സ്റ്റ് ഡേ ചിലപ്പോൾ കുട്ടി പോട്ടി യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഇപ്പം മൂത്രം ഒഴിക്കണം എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിയെ ഒന്ന് പ്രേസ് ചെയ്യുക. നല്ല സ്വഭാവമാണ് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം കുട്ടി ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്താണ് കുട്ടി കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ പറയും. ആ കേൾക്കുന്നുണ്ട്. എങ്ങനെ അതെ, അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് ആ ടൈം മനസ്സിലാവില്ല. അതെ, അതുപോലും കുട്ടികൾക്ക് പുറത്ത് വെളിപ്പെടുത്താൻ പറ്റാതെ കുട്ടികളെ വളർത്തിയിരുന്നത് പേരൻസ്. അതായത് പേരൻസിന്റെ സുഖത്തിന് വേണ്ടി കുട്ടികളെ അവര് ഈ നേരൊക്കെ പറഞ്ഞ പോലെ ഒന്നുമില്ല, അവർക്ക് ഒരു പ്രൈസിങ്ങോ അവര് യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും അവർ ടോയ്ലറ്റ് ട്രെയിനിങ്ങോ ഒന്നുമല്ല ഇപ്പൊ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് വീടുകളിലെ ഓഫീസിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ കാണുന്നത് വീട്ടിലിരിക്കുന്ന അമ്മമാർ പോലും മക്കളെ സ്നഗ്ഗി കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് നടക്കുന്നതാണ്. പലതവണ നമ്മൾ ചോദിച്ചത് അതാണ് നമ്മൾ പുറത്തു പോകുമ്പോ പിന്നെ സ്നഗ്ഗി കെട്ടി കൊടുക്കുന്നത്. അപ്പൊ പറഞ്ഞ അവർക്ക് പല കാര്യങ്ങൾക്കും ഇങ്ങനെ ആ നിസ്കരിക്കുന്ന സമയത്ത് വേണ്ടി ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ യൂറിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്നഗ്ഗി ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് നമ്മള് ഫോളോ ചെയ്യുന്നത്. പുറത്തു പോകുമ്പോഴാണെങ്കിൽ ഓക്കെ, കുറച്ച് സമയം നമ്മൾ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. കുട്ടിയെ പുറത്ത് പോകുമ്പോൾ അവർ മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വീടുകളിലും അങ്ങനെ ആവുന്ന സമയത്ത് കുട്ടിക്ക് അറിയില്ല ഇത് എപ്പോഴാണ് മൂത്രം ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കുട്ടി വളർന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഇന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് കുട്ടിക്ക് അറിയണ്ടാവില്ല, നമ്മൾ ഏത് നേരം ഈ ഒരു പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ നിങ്ങളിപ്പം ഇങ്ങനത്തെ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഈ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം ബിഹേവിയേഴ്സ് നമ്മളിത് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പേഴ്സണാലിറ്റീനെ അത് ബാധിക്കും, കുട്ടീൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കും. ചിലപ്പോൾ കുട്ടി കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം, വാശി, അല്ലെങ്കിൽ ഭയങ്കര അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഒട്ടും അടുക്കും ചിട്ടയും ഇല്ലാത്ത അവസ്ഥ വരാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നമ്മളിപ്പം കാണിക്കുന്ന ചെറിയ ചെറിയ അശ്രദ്ധകൾ പോലും വലുതാവുമ്പോൾ അത് കുട്ടികളെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫാലിക് സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ഫാലിക് സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു പ്ലഷർ സോൺ എന്ന് പറയുന്നത് ജെനൈറ്റൽസ് ആണ്, അതായത് ലൈംഗിക അവയവങ്ങൾ, സെക്സ് ഓർഗൻസ്. ഈ സമയത്താണ് ഇപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്താണ് കുട്ടികളിൽ അവരുടെ ബോഡി എന്താണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 വയസ്സാവുമ്പോഴേക്ക് തന്നെ അവരവരുടെ ജെനൈറ്റൽസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുക, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണാം. അപ്പോൾ സ്വന്തം ബോഡീനെ കുറിച്ച് അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതാണ് ഫാലിക് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ
അപ്പോൾ ഇവിടെ ഒരു രണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈഡിപ്പസിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഈഡിപ്പസ് രാജകുമാരൻ്റെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ കഥ? അമ്മയോട് ഇഷ്ടമുള്ളതല്ലേ? എങ്ങനെ? അമ്മയെ പ്രണയിക്കുന്നതല്ലേ? ആ യെസ്. കേൾക്കാത്ത ആളുകളുണ്ടോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, എന്തായാലും എനിക്ക് കാര്യമായിട്ട് അറിയില്ല, എന്നാലും അവിടെ ഇവിടെയും മറന്നുപോയി കഥ എന്താണെന്നൊക്കെ. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്നത് പറയാം. അപ്പോൾ ഈഡിപ്പസ് എന്ന് പറയുന്നത് ഏതോ നാടകത്തിലൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ ഈഡിപ്പസ് ഒരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും മോനാണ്. ഈ രാജാവിനും രാജ്ഞിക്കും കുറേ കാലം കുട്ടികളുണ്ടായില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അവരൊരു പ്രവാചകൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഈ പ്രവാചകൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് കേട്ടോ അയാൾ പ്രവചിച്ചത്. ഒന്നാമത്തെ കാര്യം, ആ കുട്ടി അച്ഛനെ കൊല്ലും, അതായത് ആ രാജാവിനെ കൊല്ലും. രണ്ടാമത്തെ കാര്യം, കുട്ടി അമ്മയെ വിവാഹം കഴിക്കും, അച്ഛനെ കൊന്നിട്ട് അമ്മയെ വിവാഹം കഴിക്കും, പിന്നെ അതിലൊരു കുട്ടി ഉണ്ടാവും. ഇങ്ങനെ 3 കാര്യങ്ങൾ അയാൾ പ്രവചിച്ചു. അപ്പോൾ ഇവർ വിചാരിച്ചു, ഈ രാജാവിനും രാജ്ഞിക്കും ഭയങ്കര പേടിയായി. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ട എന്നുള്ള രീതിയിലായി. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ ഇത് സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടീനെ അവിടെ നിന്ന് കൊന്നു കളയാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ അവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ കുട്ടിയെ കൊന്നു കളയാതെ എന്തായാലും രാജാവിൻ്റെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സിമ്പതിൻ്റെ പുറത്ത് ഇവർ വേറൊരു അയൽ രാജ്യത്തേക്ക് ഈ കുട്ടിയെ നാട് കടത്തി വിടും. പക്ഷെ ഇത് രാജാവിനൊന്നും അറിയില്ല. ഇവർ നാട് കടത്തി ആ സ്ഥലത്ത് വേറൊരു രാജാവ് ഇയാളെ എടുത്ത് വളർത്ത് അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. അതാണ് ഈഡിപ്പസ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈഡിപ്പസ്, കുഞ്ഞ് ഈഡിപ്പസ് വളർന്ന് വലുതായി ഇയാൾ സ്വന്തം അച്ഛനെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ നേരെ അവരുടെ പഴയ രാജ്യത്തേക്ക് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന സമയത്ത് യാദൃശികമായിട്ട് സ്വന്തം അച്ഛനെ കണ്ടുമുട്ടും. പക്ഷെ അച്ഛനാണെന്ന് അറിയില്ല. അവരെന്തോ ഒരു വാക്കുതർക്കത്തിനിടയിൽ ഈ അച്ഛനെ കൊല്ലും. അച്ഛനാണെന്നോ മോനാണെന്നോ അറിയില്ല. പക്ഷെ ആ പ്രവാചകൻ പറഞ്ഞതുപോലെ എന്തോ വഴിത്തർക്കത്തിനിടയിൽ അച്ഛനെ ഇയാൾ കൊല്ലും. ദെൻ അവിടുന്ന് ഇയാൾ വേറെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ ആ നാട്ടിലുണ്ടാവുകയും ലാസ്റ്റ് ഈ രാജ്യം ഈഡിപ്പസിൻ്റെ കയ്യിലാവുകയും ചെയ്യും. അപ്പോൾ അച്ഛൻ മരിച്ചല്ലോ, അപ്പോൾ അമ്മ വിധവയാണ്. അപ്പം രാജ്യം ഈഡിപ്പസിൻ്റെ കയ്യിലായപ്പോൾ രാജ്ഞിയും ഇയാൾ കല്യാണം കഴിച്ചു. അതായത് സ്വന്തം അമ്മയെ കല്യാണം കഴിച്ചു. പക്ഷെ അമ്മയാണെന്നുള്ളത് ഇയാൾക്കറിയില്ല. അങ്ങനെ അമ്മേനെ കല്യാണം കഴിച്ചു, അവർക്കൊരു കുട്ടി ഉണ്ടായി. ഇങ്ങനെയാണ് ആ ഒരു കഥ. അതായത് ഈഡിപ്പസ് ആ ഒരു പ്രവാചകൻ പറഞ്ഞതുപോലെ അച്ഛനെ കൊന്നിട്ട് അമ്മയെ കല്യാണം കഴിച്ചു, അവർക്കൊരു കുട്ടി ഉണ്ടായി. ആ പ്രവാചകൻ പറഞ്ഞ 3 കാര്യവും അവിടെ സംഭവിച്ചു. ആൻഡ് ലാസ്റ്റ് ആ നാട്ടിൽ കുറേ എന്തൊക്കെയോ നാശങ്ങൾ സംഭവിക്കുന്നു. അതിൽ വേറൊരു പ്രവാചകൻ വന്നിട്ട് പറയും, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായ പ്രശ്നം ഇതാണ്, സ്വന്തം അച്ഛനെയാണ് ഇയാൾ കൊന്നിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അമ്മയെ കല്യാണം കഴിച്ചു, അങ്ങനെ ഇവർക്കൊരു കുട്ടി ഉണ്ടായി. ഇതറിഞ്ഞിട്ട് ആ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. സ്വന്തം മോൻ കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടായി. ഇതറിഞ്ഞ് ആ രാജ്ഞി ആത്മഹത്യ ചെയ്യുന്നു. ആൻഡ് ഈ മോനില്ലേ ഈഡിപ്പസ് എന്ത് ചെയ്യും? അയാളെ കണ്ണ് ചൂഴ്ന്നെടുക്കുക അങ്ങനെ എന്തോ ചെയ്യും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ സ്വന്തം അമ്മയിൽ ഇവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈഡിപ്പസ് പറഞ്ഞു, എനിക്ക് ഈ കണ്ണുകൾ വേണ്ട, ഞാൻ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ എനിക്കിനി ആരെയും കാണണ്ട, ഞാൻ അത്രയും വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അയാൾ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുക്കുക. അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. ഏകദേശം കഥ ഇങ്ങനെയാണ്. കഥ മനസ്സിലായല്ലോ? പറഞ്ഞത് മൊത്തം ക്ലിയർ ആണോ എന്നറിയില്ല, എന്നാലും ഈ ഒരു രീതിയിലാണ് അതിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ ആ ഒരു കഥേനെ ബേസ് ചെയ്തിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ള ഒരു ടേം ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആൺകുട്ടികൾക്ക് അമ്മയുടെ അടുത്തൊരു പ്രത്യേക ഇഷ്ടം തോന്നാം, നേരെ മറിച്ച് അച്ഛൻ്റെ അടുത്തൊരു ദേഷ്യം അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം.
അതിനെയാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ ചെറുപ്പത്തിൽ പറയാറുണ്ട് ആൺകുട്ടികൾക്ക് അമ്മേൻ്റെ അടുത്തായിരിക്കും കുറച്ച് ഇഷ്ടം കൂടുതൽ, അതുപോലെ പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തായിരിക്കും ഇഷ്ടം കൂടുതൽ, അല്ലേ? അത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലേ? കേൾക്കുന്നില്ലേ? അച്ഛൻ്റെ അടുത്താണ് കൂടുതൽ പെൺകുട്ടികൾ പൊതുവെ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു സംഗതി നമ്മൾ അധികം കാണാറില്ല. അച്ഛൻ്റെ കൂടെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. അതാണ് മിക്ക പെൺകുട്ടികൾ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ്, അച്ഛന്മാരോടായിരിക്കും പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ആൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പോലെ എല്ലാ ആൺകുട്ടികൾക്കൊന്നും ഈ ഒരു ഇത് കാണാറില്ല. അമ്മയുടെ അടുത്ത് കൂടുതൽ ഇഷ്ടം, അച്ഛൻ്റെ അടുത്തൊരു ദേഷ്യം, ഇത് എല്ലാ ആൺകുട്ടികളിലും കാണാറില്ല. എന്നാലും അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തൊരു പേടി, അച്ഛൻ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള ആ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. ആ ആങ്സൈറ്റിയെയാണ് നമ്മൾ കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അമ്മേൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു അച്ഛൻ ചിലപ്പോൾ പിന്നെയും നമ്മൾ ഓൾറെഡി ആ ആൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തൊരു പേടിയുണ്ട്, അതേസമയം അച്ഛൻ ഉപദ്രവിക്കുകയും കൂടി ചെയ്യുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചീത്ത പറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആങ്സൈറ്റി കൂടും. അപ്പം ഒരു 6 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ അടുത്ത് അച്ഛൻ കുറച്ചധികം ഇഷ്ടം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബാലൻസ് ചെയ്തു പോവും. നേരെ മറിച്ച് അച്ഛൻ ദേഷ്യപ്പെടുകയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആങ്സൈറ്റി കൂടുകയുള്ളൂ. ഓക്കെ. ദെൻ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സംഗതി. പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്ത് ഇഷ്ടം കൂടുതലും അമ്മയുടെ അടുത്ത് വലിയൊരു താല്പര്യമില്ലാത്ത അവസ്ഥ. അതിനെയാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് പെനിസ് എൻവി ഉണ്ട്. അതായത് ബോയ്സിന് പെനിസ് ഉണ്ടല്ലോ, ഗേൾസിന് എന്തുകൊണ്ടില്ല എന്നുള്ളതിലൊരു അസൂയ, അത് പെൺകുട്ടികൾക്ക് ഉണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. മനസ്സിലായോ? പെൺകുട്ടികൾക്ക് അവർക്ക് എന്തുകൊണ്ട് പെനിസ് ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർക്ക് എപ്പോഴും ഉണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതേസമയം ഈ ഫ്രോയിഡ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കെരൻ ഹോനെ എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈക്കോളജിസ്റ്റ് വന്നു. അവർ പറഞ്ഞു പെൺകുട്ടികൾക്ക് പെനിസ് എൻവി ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് വൂംബ് എൻവി ഉണ്ട്. വൂംബ് എൻവി എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് ഗർഭപാത്രം ഇല്ല, പ്രസവിക്കാനുള്ള കഴിവില്ല, സ്വന്തമായിട്ട് കുട്ടികളെ ഇതാക്കാനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ ആ ഒരു വൂംബ് എൻവി, പെൺകുട്ടികൾക്ക് ഗർഭപാത്രം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സംഗതി ആൺകുട്ടികൾക്കും ഉണ്ടെന്ന് കെരൻ ഹോനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫാലിക് സ്റ്റേജിൽ ഈ ആൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തും ആൺകുട്ടികൾക്ക് അമ്മയുടെ അടുത്തും പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തും കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നമുക്കറിയാം ആൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു ഇഷ്ടക്കുറവ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ പേടി മാറ്റാൻ അച്ഛന്മാർ ശ്രമിക്കണം എന്നുള്ളതാണ്. അച്ഛൻ കൂടുതലായിട്ടും മക്കളുടെ അടുത്ത് നല്ല രീതിയിൽ ഇടപഴകുക, കൂടെ കളിക്കാൻ കൂടുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ആങ്സൈറ്റി കുറച്ചൊന്ന് കുറയും. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്നതാണ്, ഇപ്പോൾ അമ്മയും അച്ഛനും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്കൊരു അസൂയ പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അമ്മ അച്ഛനും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ വാശി പിടിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിലാണ് അവർ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഫാലിക് സ്റ്റേജ്. അവരുടെ പ്ലഷർ സോൺ അപ്പോൾ ആ ഒരു ജെനൈറ്റൽസ് ആണ്. അതുകൊണ്ടാണ് അത്തരം ഫീലിങ്സും കാര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ദെൻ ലേറ്റൻസി. ലേറ്റൻസി സ്റ്റേജ് 6 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെയുള്ള ഒരു സമയം, കൗമാരപ്രായം വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ലേറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റൻസി സ്റ്റേജിൽ ഈ സെക്ഷൽ ഫീലിങ്സ് ഒക്കെ ഇനാക്റ്റീവ് ആയിരിക്കും.
ഇനാക്റ്റീവ് ആണെന്ന് വെച്ചാൽ അത്ര എക്സ്പ്രസീവായിട്ട് പുറത്ത് കാണാറില്ല. ഡോർമൻറ്റ് സെക്ഷൽ ഫീലിങ്സ് ആയിരിക്കും, അതിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുക, സ്കൂളിൽ പോവുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും 6 വയസ്സ് മുതൽ കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൽ ഫീലിങ്സ് ഒക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് പുറത്ത് എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആളുകൾ എന്തൊക്കെ പറയുന്നു, അവർക്ക് സോഷ്യലി നല്ല കണക്ഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാരൻസ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത്തരം സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തൊക്കെയാണോ അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എന്തൊക്കെയാണോ അത് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. നേരെ മറിച്ച് നമ്മൾ ആ കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തു വിടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സ്കില്ല് കൂടാനുള്ള അല്ലെങ്കിൽ സോഷ്യലി ആ ഒരു സാമൂഹികമായിട്ട് അവരുടെ ബന്ധങ്ങളൊന്നും കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല, അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ സ്കിൽസും കാര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാതെ പോകും. അപ്പോൾ അതാണ് ലേറ്റൻസി സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ കുട്ടികൾ മോർ കൺസേൺഡ് ആയിട്ടുള്ളത് അവരുടെ റിലേഷൻഷിപ്പുകളിൽ നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ അവർക്ക് വരയ്ക്കാനും എഴുതാനും പാടാനും ഇങ്ങനത്തെ പല ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അതിലേക്കൊക്കെ ആയിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സെക്ഷൽ എനർജി അവിടെ പ്രസൻ്റ് ആണ്, പക്ഷെ അതവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു രീതികളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റേജാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫാലിക് സ്റ്റേജ് നല്ല രീതിയിൽ, ഫാലിക് സ്റ്റേജ് അല്ല ലേറ്റൻസി സ്റ്റേജ് അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ, നല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള, എല്ലാവരോടൊത്തും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഒരു സെൽഫ് കോൺഫിഡൻസ് കുട്ടികൾക്ക് ഉണ്ടാവും. ഇതിൽ അടുത്തതാണ് ജെനൈറ്റൽ സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജാണ് ജെനൈറ്റൽ സ്റ്റേജ്. അപ്പോൾ ജെനൈറ്റൽ സ്റ്റേജിൽ കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. കൗമാരപ്രായം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ്, ആ ഒരു സമയമാണ് ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അവർക്ക് നല്ല നല്ല പ്രണയങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർ ഏറ്റെടുക്കുന്ന സമയവും കൂടിയാണ് ജെനൈറ്റൽ സ്റ്റേജ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പാരൻസ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ അവർ കാണുന്ന റിലേഷൻ, ഇപ്പോൾ എൻ്റെ പാരൻസ് തമ്മിൽ എപ്പോഴും അടിയും വഴക്കുമാണ്, നല്ലൊരു റിലേഷൻ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ റിലേഷൻഷിപ്പുകളെയും ബാധിക്കും. ഇപ്പം എൻ്റെ പാരൻസ് ഒരു സെപ്പറേഷൻ്റെ വക്കിലാണ്, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആണ്, അവരെപ്പോഴും വഴക്കടിക്കുന്നതും ഒക്കെയാണ് ഞാൻ കാണുന്നത്, അവർ നല്ല രീതിയിൽ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും മറ്റുള്ളവരുടെ അടുത്തൊരു ട്രസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും പറ്റൂല. അപ്പം ഇതൊക്കെ കുട്ടികളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഫാലിക് സ്റ്റേജിൽ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ, അതൊന്നും നമ്മൾ നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ ഇമ്മച്വർ ആയിട്ടുള്ള ആ ഒരു ഇമ്മച്വർ സെക്ഷൽ വേയിൽ കുട്ടികൾ പെരുമാറാം. അത് അബ്നോർമൽ ആയിട്ടുള്ള
സെക്ഷൽ ബിഹേവിയേഴ്സ് കുട്ടികൾ കാണിക്കാൻ സാധ്യതയുണ്ട് ഫാലിക് സ്റ്റേജിൽ ഇതൊന്നും സോൾവ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് ഇന്ന് നമുക്ക് എടുക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജിലും ഫിക്സേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓറൽ സ്റ്റേജിലാണെങ്കിൽ അവിടെ നമ്മൾ ഫിക്സേറ്റഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഓവർ ഈറ്റിംഗ് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൗത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ കുട്ടി ഭയങ്കര അഗ്രസീവായിരിക്കും. കുട്ടിയല്ല കേട്ടോ, ഇവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ് ആണ് ഫസ്റ്റ്. ഓറൽ സ്റ്റേജിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ മൗത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ് കൂടുതലാവും. അതുപോലെ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ്, നമ്മൾ അധികം കെയർ ഒന്നും കൊടുക്കാതെ ഈ ഒരു വീനിങ് പ്രോസസ്സൊക്കെ വളരെ നേരത്തെ നിർത്തിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, അഗ്രഷൻ കുറച്ച് കൂടുതലായിരിക്കും. രണ്ടാമത്തത് ആനൽ സ്റ്റേജ്. ആനൽ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭയങ്കര മെസ്സി ആയിരിക്കും, ഒട്ടും അടുക്കും ചിട്ടയില്ലാതെ ഒരു ഓർഡറും ഇല്ലാതെ ജീവിക്കുന്നവരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ്നെസ് ആവും. അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം. ഇപ്പോൾ OCD ഒക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ആനൽ സ്റ്റേജിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ പമ്പേഴ്സൊക്കെ യൂസ് ചെയ്ത് കുട്ടീനെ ഭയങ്കര അറപ്പോടെയൊക്കെ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അറപ്പോടെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളുടെ പേഴ്സണാലിറ്റീനെയും ബാധിക്കും. അവർക്ക് OCD പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാലിക് സ്റ്റേജിൽ പെനിസെൻവിയും കാസ്ട്രേഷൻ ആങ്സൈറ്റിയും ഉണ്ടാവും. ഈഡിപ്പൽ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തൊരു ദേഷ്യവും അമ്മേൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പെൺകുട്ടികൾക്ക് പെനിസെൻവിയും ആൺകുട്ടികൾക്ക് കാസ്ട്രേഷൻ ആങ്സൈറ്റിയും. പിന്നെ നാലാമത്തെ സ്റ്റേജിൽ ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയും. ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികളെ നമ്മൾ അവരുടെ സ്കിൽസ് കണ്ടെത്തി അത് എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത്. അവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതിലേക്കൊക്കെ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. സോഷ്യലി മിങ്കിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, എല്ലാ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കുക, എവിടെയെങ്കിലുമൊക്കെ പോവാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് കുട്ടികൾക്ക് ഉണ്ടാവും. അവരുടെ സ്കില്ലും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. അതല്ല നേരെ മറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളെയും റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുട്ടിക്ക് ഉണ്ടാവില്ല, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ജെനൈറ്റൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്യൂർ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ് ജെനൈറ്റൽ സ്റ്റേജ്. അവിടെ ഫാലിക് സ്റ്റേജിൽ ഉള്ള കോൺഫ്ലിക്റ്റുകളൊന്നും സോൾവ് ചെയ്യാതെയാണ് ജെനൈറ്റലിലേക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് ഇവർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ലൈംഗിക വൈകൃതങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ബിഹേവിയേഴ്സൊക്കെ വരാം. ഇത് എത്ര വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക ജനറ്റിക്കൽ ഇത്? ഏതാണ് ജെനൈറ്റൽ സ്റ്റേജാ? അതെ, അത് പ്യൂബർട്ടി, നമ്മൾ കൗമാരപ്രായം എന്ന് പറയില്ലേ, ടീനേജിൽ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ള ആ ഒരു സമയം. പ്യൂബർട്ടി തൊട്ടിട്ട് അങ്ങനെയാണ്, കൗമാരപ്രായം തൊട്ട് കുട്ടികൾ 12+. അപ്പോൾ ഈ ഫ്രോയിഡ് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഇതിങ്ങനെ തന്നെ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളെ കുട്ടികളെ ഷേപ്പ് ചെയ്തെടുക്കാൻ, അവരെ നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഈ ഒരു ഫ്രോയിഡിൻ്റെ സ്റ്റേജസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നടക്കും. അവർക്ക് ഇന്ന സമയത്ത് ഇപ്പം മുലകുടി നിർത്തേണ്ട സമയം ഇത്രയാണ്, അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ട സമയം ഇത്രയാണ്, അത് ഇങ്ങനെയൊക്കെ ചെയ്യണം. അതുപോലെ ഫാലിക് സ്റ്റേജിൽ നമ്മൾ ഇങ്ങനെയാണ് കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളത്
ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിക്ക് ഇങ്ങനെ പേഴ്സണാലിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ അല്ലേ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.